കരുവാണ്. വാളയല്ലേ? ഓ, രണ്ടെണ്ണം മതി. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം എന്ന് വെച്ചാൽ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോയാൽ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കാലിൻ്റെ അവിടെ ചെറിയൊരു പരുവ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ, അങ്ങനെ ഒരു ചെറിയൊരു പരുവൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് കീറി ആശുപത്രി കാണിച്ച്, സർജറി OP-യിൽ കാണിച്ച് അതൊന്ന് കീറി, പിന്നെ അവർ കീറി മരുന്നൊക്കെ കെട്ടി വെച്ച് തന്നിരിക്കുകയാണ്. അപ്പോഴെനിക്ക് നടക്കാനൊക്കെ പറ്റും, ഇരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അല്ല, നടക്കാനും നിൽക്കാനൊന്നും ഒരു കുഴപ്പമില്ല. ഇരിക്കാൻ സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി രാത്രിത്തേക്ക് വേണ്ടിയുള്ള കറികൾ എന്തെങ്കിലുമൊക്കെ വയ്ക്കണം. പിന്നെ ഉച്ചയ്ക്ക് ഇന്നലത്തെ മീൻകറിയും പിന്നെ സോയാബീൻ കറിയൊക്കെ വെച്ചിട്ടാണ് പോയത്. പിന്നെ നമ്മൾ ഉള്ളിപ്പൂവില്ലേ, അതിൻ്റെ തോരനെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇത്തിരിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചന്തയിൽ കയറി കേട്ടോ. ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം തിരിച്ചു വന്ന ശേഷം നമ്മളെ നെടുമങ്ങാട് ചന്തയിൽ കയറിയായിരുന്നു. മീൻ വാങ്ങിക്കാൻ വേണ്ടിയാണ് ചന്തയിൽ പോയത്. പക്ഷേ മീനിനൊക്കെ ഭയങ്കര വില, അതുകൊണ്ട് തന്നെ മീൻ വാങ്ങിച്ചില്ല. കരിവാടാണ് വാങ്ങിക്കൊണ്ട് വന്നത്, വാളക്കരിവാട് വാങ്ങിച്ചുകൊണ്ട് വന്ന്. പിന്നെ സവാള, തക്കാളി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ പുല്ലമ്പാറ ഇവിടെ എത്താറായപ്പോൾ അവിടെ ചീര മുറിച്ചെടുക്കുന്നുണ്ട്, കടയിൽ കൊണ്ടുപോകാൻ വേണ്ടി മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിലൊന്നും ഒരു പിടി വാങ്ങിച്ചായിരുന്നു, 30 രൂപ, ഒരു പിടിക്ക് 30 രൂപ. അങ്ങനെ ചീരയും വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമുക്ക് ഇന്ന് കരിവാട് കറിയും വയ്ക്കണം, ചീര തോരനും വയ്ക്കണം. ഒരുപാട് കറി അങ്ങനെയൊന്നും വയ്ക്കണമെന്നില്ല, കരിവാട് കറിയും വെച്ച് തോരനും വെച്ച് വീഡിയോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ്. അപ്പോഴേ നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം, കരിവാട് കറി വയ്ക്കാൻ പോവാം. പിന്നെ ഞാൻ വന്ന ഉടനെ ചായയൊക്കെ കുടിച്ചായിരുന്നു, ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച്. ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല, വന്ന ഉടനെ ചായ കുടിച്ച്. പിന്നെ ഞാൻ വന്നപ്പോൾ ആദ്യക്കുട്ടനെയും കൂടെ വിളിച്ചുകൊണ്ടാണ് വന്നത്. സിദ്ധാർത്ഥ് ട്യൂഷന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അടുപ്പിൻ്റെ മുട്ടിലോട്ടൊക്കെ പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ചീര കേട്ടോ. ചീര തണ്ട വാടിയൊക്കെ പോയിട്ടുണ്ട്, കാരണം ഞാൻ സഞ്ചിയിലൊന്നും ഇപ്പോൾ ഇങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് വാടി പോയിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിരിക്കണം. നമ്മൾ കരിവാട് കറി വെച്ചതിന് ശേഷം ഞാൻ തോരൻ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ കരിവാട് മീനൊക്കെ എന്ത് വിലയല്ലേ, ഭയങ്കര വില. ഞാൻ വിചാരിച്ചു ചൂര മീനൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ് കടയിൽ കയറിയത്, പക്ഷെ പറ്റൂല. കരിവാട് ഞാൻ വന്ന ഉടനെ ഡ്രസ്സൊന്നും മാറ്റിയില്ല കേട്ടോ. വീഡിയോ എടുക്കണോണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. വേണ്ടേ. അപ്പോൾ വാളക്കരിവാട് 2 എണ്ണം ഉണ്ട് കേട്ടോ, 2 കരിവാട്. അപ്പോൾ നമുക്ക് 2 എണ്ണം വേണ്ട, 1 മാത്രം മതി. 1 കറി വയ്ക്കാം, 1 നമുക്ക് അങ്ങോട്ട് വെച്ചിരിക്കാം, വേറൊരു ദിവസം വയ്ക്കാം. അപ്പോൾ ആദ്യം തണ്ണിമത്തങ്ങ വേണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഒരു ഒരു ചെറുത് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ട ഉടനെ അവന് വേണം, പിന്നെ മുറിച്ചു കൊടുത്ത്. എന്നിട്ട് അവയെല്ലാം തിന്നില്ല. മധുരം കുറവ്, മധുരവും ഇല്ല. വെള്ള കളറിൽ നല്ല ചുമന്നിട്ടില്ല. അയ്യോ പോയാ. അപ്പോൾ ഞാൻ കരിവാട് കഴുകി വൃത്തിയാക്കി ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകത്തോട്ട് കൊണ്ട് വച്ചിരിക്കാം, അല്ലെങ്കിൽ കാക്ക എടുത്തുണ്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് വെച്ചതാണ്, ഞാൻ അകത്തോട്ട് കൊണ്ട് വയ്ക്കട്ടെ. അപ്പോൾ ചെറിയൊരു കത്തിരിക്കയും കൂടെ എടുക്കുന്നുണ്ട്, നമ്മൾ കരിവാട് കറിക്ക് ഇടാൻ വേണ്ടി കേട്ടോ. ഇത് അമ്മ നട്ടിരിക്കുന്നതാണ്. അപ്പോൾ അമ്മേനെ നടിച്ചു മാറ്റി എടുക്കാനാണ് ഞാൻ വന്നത്. ഈ 1 ഉള്ളൂ, അല്ല 2 എണ്ണം ഉണ്ടായിരുന്നു. 1 എൻ്റെ മോൻ പറിച്ചെടുത്ത് കളഞ്ഞ്, ഇനി 1 കൂടെ ഉണ്ട്, അത് നമുക്ക് ഇനി എടുക്കാം.
അപ്പോൾ ഈ കറി വയ്ക്കുന്നത് എൻ്റെ രീതിയായിട്ടോ. ഞാൻ എങ്ങനെയാണ് വയ്ക്കുന്നത് ആ രീതിയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കരുവാട് കറി വയ്ക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഏത്തങ്ക, വഴുതനങ്ങ, ചക്കക്കുരു, നമ്മളെ ചക്കക്കുരു, പിന്നെ സവാള, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ചേർത്താണ് ഞാൻ കരുവാട് കറി വയ്ക്കുന്നത്. ചില ദിവസങ്ങളിൽ ഇതൊന്നും കാണില്ല, ഏത്തങ്ക കാണില്ല, കത്തിരിക്ക കാണില്ല. എന്നാലും ഉള്ളതുകൊണ്ട് കറി വയ്ക്കും. ഉള്ളപ്പം ഇതേപോലെ നല്ലതായിട്ട് വയ്ക്കും. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ടായിരുന്നു, ഏത്തങ്കായൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതെല്ലാം ഇടുന്നത്. അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണ് കരുവാട് കറി വയ്ക്കുന്നത്. ഇവിടെ ഇങ്ങനെ കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ചിലവർ ചക്കക്കുരു ഒന്നും ചേർക്കില്ല. അപ്പം ഞങ്ങൾ ചേർക്കാറുണ്ട് ചക്കക്കുരുവൊക്കെ. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് കഴിക്കാൻ പറ്റൂല. ഒന്നത് കരുവാടാണ്, ചക്കക്കുരുവൊക്കെ ഇടുന്നതുകൊണ്ട് കഴിക്കാൻ പറ്റൂല. കാരണം നമ്മളെ മുറിവ് പഴുക്കും. അപ്പോൾ എനിക്കിന്ന് കഞ്ഞിയാട്ടോ ഒന്ന് ഞാൻ കുടിക്കുന്നത്. കഞ്ഞിയും ചീരത്തോരനും സോയാബീൻ കറിയൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിക്കും. അപ്പോൾ ഇത് ചേട്ടനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയാണ് ഈ കറി വയ്ക്കുന്നത്. പിള്ളേർക്കൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ എനിക്കൊന്ന് വയ്യാതായി ഒന്ന് കിടന്നു പോയാൽ വളരെ കഷ്ടമാണ് ഈ വീട്ടിലെ അവസ്ഥ. കാരണം എൻ്റെ അമ്മയെ കൊണ്ട് പറ്റൂല, വയ്യാത്തത് കൊണ്ട് പറ്റൂല. പിന്നെ ചേട്ടനും ചെറിയ രീതിയിലൊക്കെ അറിയാം, മുട്ട പൊരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവും. വേറെ ഒന്നും അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ പിള്ളേരെ കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ വയ്യെന്ന് പറഞ്ഞ് കിടക്കാനും അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. എല്ലാവർക്കുള്ള ഭക്ഷണം എല്ലാം ഒരുക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഇത് ഈ കരുവാട് കറിയും വെച്ച് ചീര തോരനും വെച്ച് കഞ്ഞിയും കുടിച്ചുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ പോയി കിടക്കാം കേട്ടോ. ഇനി ഇപ്പോഴൊന്നും ഞാൻ എണീക്കൂല. എനിക്ക് ഇരിക്കാൻ പറ്റൂല കേട്ടോ. അതാണ് ഞാൻ പിന്നെ നിന്ന് ചെയ്യുന്നത്. ഇരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ചെറിയ രീതിയിലൊക്കെ ചരിഞ്ഞൊക്കെ ഇരിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയെന്ന് പറയാവേ. സവാള, തക്കാളി, കത്തിരിക്ക, വെളുത്തുള്ളിയുണ്ട്, ചക്കക്കുരുവുണ്ട്, പച്ചമുളകുണ്ട്, നമ്മളെ ഏത്തങ്ക, ഇത്രയും സാധനങ്ങളാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്കക്കുരു ഞാൻ എടുത്തതിൽ കൂടുതലായിപ്പോയി, അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഇതിൽ തന്നെ കിടപ്പുണ്ട്. എടുക്കാതെ. തക്കാളി വേണോ? തക്കാളി. അപ്പോൾ നമുക്കിനി തേങ്ങ വേണ്ടേ? വേണ്ട അതിൽ ഇതിലോട്ട് ഇടണ്ട. ഇനി നമുക്ക് പിന്നെ ഇതാ ഞാൻ തിന്നാം. കാര്യം തീർന്നേ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങയും കൂടെ വേണം. അപ്പോൾ തേങ്ങ ചേട്ടൻ ചിരണ്ടി തരും, തേങ്ങയൊക്കെ. അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടിയതിന് ശേഷം നമുക്ക് അടുത്ത് കാണാം. അപ്പോൾ തേങ്ങയൊക്കെ ചേട്ടൻ ഒന്ന് ചിരണ്ടി തന്നിട്ടുണ്ടേ. തേങ്ങ ഇട്ട് കൊടുക്കാം ജാറിലോട്ട്.
തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിൽ കരുവാട് കറിക്ക് മല്ലിപ്പൊടി ചേർക്കാറില്ല. ചിലവർ മല്ലിപ്പൊടി ചേർക്കും, ഞാൻ ചേർക്കാറില്ല. അപ്പോൾ ഞാൻ ഇത്രയും ഒന്ന് അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുപ്പിൻ്റെ മൂട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മളെ വിറവെല്ലാം കത്തിപ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാവട്ടെ, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത് സവാള ചേർത്ത് കൊടുക്കാവേ. ഭയങ്കര പോഹ. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചക്കക്കുരു, വെളുത്തുള്ളി, പച്ചമുളക്, ഏത്തങ്ക, കത്തിരിക്ക ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമുക്കിനി അരപ്പ് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. അരപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിനി പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്ത് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ മീൻ കൂട്ടാൻ വയ്ക്കുന്നത് പോലെ ഞാൻ ഈ കരിവാടും അങ്ങ് കറി വയ്ക്കും. എന്തെന്നറിയാമോ, ഉപ്പ് കൂടുതൽ. നമ്മൾ മീനിൽ ഉപ്പ് പാകത്തിനല്ലേ ഇട്ട് വയ്ക്കുന്നത്. പക്ഷേ കരിവാട് കറിക്ക് ഉപ്പ് അത്ര ആവശ്യമില്ല. കാരണം നമ്മൾ കരിവാടിൽ ഉപ്പ് കാണും, അതുകൊണ്ട് കുറച്ച് മാത്രം. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണോണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് അളവ് കാര്യങ്ങളൊക്കെ പറയണമല്ലോ. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് വാരി അങ്ങ് ഇടും. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കരുവാട് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ആ നേരത്ത് നമുക്ക് ചീര ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ചീര ഞാൻ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി നല്ല വൃത്തി ഒന്ന് കഴുകി വെച്ചിരിക്കുകയാണ്. അതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാ ചീരയും എടുക്കുന്നില്ല, കാരണം ഇത് രാത്രിത്തേക്കല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ചേ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് നാളെ രാവിലെ വയ്ക്കാം. അടുത്ത് നമുക്കിനി ചീര അരിഞ്ഞെടുക്കാവേ. അപ്പോൾ ഇത്ര ചീര ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് മതി നമുക്ക്. അപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കരുവാട് ഇട്ട് കൊടുക്കാം. കരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരുവാട് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ചീര അരി തീർന്നില്ല, ഇനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെ കരുവാട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കണം. ഞാൻ അതിന് ശേഷം പിന്നെ ഉപ്പൊന്നും ചേർത്തില്ല. അപ്പോൾ ഉപ്പ് ഞാൻ നോക്കിയാൽ ശരിയാവില്ല. ചേട്ടൻ നോക്കോ? ചൂട് ശാലം തണുക്കട്ടെ. ചൂടില്ല. ഉപ്പുണ്ട്. ഉപ്പുണ്ടോ? ഇനി ഇടണോ? ഒരു നുള്ളൂടെ ഇട്ടേ. ഒരു നുള്ളുപ്പോ.
മതിയാ? മതി മതി മതിയാ? അപ്പോൾ നമ്മളെ കരുവാട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇറക്കി വെക്കട്ടെ. ഇനി ഇരുന്നാൽ എല്ലാം കുറുകിപ്പോവും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ചീര തോരൻ വയ്ക്കാം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഇട്ട് കൊടുക്കാവേ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ സവാള ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില ഇടട്ടാ? കറിവേപ്പില ഇടണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു ചീര ഇതിലിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാണ്. അപ്പോൾ ഇനി ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ ആവിയിലിരുന്ന് തന്നെ നമ്മുടെ ചീര വെന്തോളും. അപ്പോൾ നമ്മുടെ ചീരയ്ക്ക് ഇടാനുള്ള അരപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ തേങ്ങ, ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ മഞ്ഞപ്പൊടി, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാവേ. ഇനി അപ്പോൾ നമ്മുടെ ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പോൾ ഇത് വാങ്ങി വെക്കട്ടെ. ഇനി ഇതിലിരുന്നാൽ കരിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ശകലം കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞി എടുത്തിട്ടുണ്ട്. ഈ സൈഡിലോട്ട് ചീരയും കൂടെ വെച്ച് കൊടുക്കാം. വേറൊരു പാത്രത്തിൽ എടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ വേണ്ട, ഇതിൽ കൂടെ തന്നെ വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിലോട്ട് വരാം. അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാൻ പോവേണേ. കഞ്ഞിയും ചീരത്തോരനും സോയാബീൻ കറിയും. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരാവേ. അപ്പോൾ ഇത്ര വയ്യെങ്കിലും ഞാൻ വീഡിയോ എടുത്തത് എല്ലാവരും എന്നെ മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് വയ്യെങ്കിലും വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.